ഹായ് ഓൾ, ഞാൻ രഞ്ജു രാജേഷ്, ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീഷണറാണ്. 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ 12ാമത്തെ ദിവസമാണെന്ന്. ഇന്നത്തെ പ്രാക്ടീസിൻ്റെ പേര് മാന്ത്രിക മനുഷ്യർ എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ദുർഘടമായ അവസ്ഥയിൽ നമുക്ക് താങ്ങായി നിന്ന ഏതെങ്കിലും ഒരു വ്യക്തി കാണില്ലേ? നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിലും കാണും. അതായത് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആവാം, നമ്മുടെ ഏതെങ്കിലും അധ്യാപകരാവാം, നമ്മുടെ റിലേറ്റീവ്സ് ആവാം. അതായത് നമുക്ക് അത്രയ്ക്ക് നമ്മൾ ക്രൂഷ്യലായിട്ട് നിന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ ഹെൽപ്പ് ചെയ്തവരും. ഒരുപക്ഷെ നമ്മളിപ്പോൾ അവരുമായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ലായിരിക്കാം, നേരിട്ട് അല്ലെ ഒരു കുറേ നാളായിരിക്കാം അവരെ കണ്ടിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങളുടെ ജീവിതത്തിലും കാണില്ലേ? അതായത് ഇപ്പോൾ ചിലർക്ക് ഒന്നല്ലായിരിക്കും, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഒരുപാട് പേര് കാണുമായിരിക്കും. എന്നാലും ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്ത്, കാരണം നമ്മുടെ ജീവിതത്തിലൊരു വഴിത്തിരിവുണ്ടാക്കിയവർ, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിച്ചവർ, അതായത് നമ്മളെ നമ്മുടെ ജീവിതത്തിലൊരു പ്രത്യേകത, അതായത് എന്തെങ്കിലും ഒരു വഴിത്തിരിവുണ്ടാക്കിയവർ, അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുക? നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു 3 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കുക. എന്നിട്ട് അവർക്ക് കഴിയുമെങ്കിൽ എന്ത് ചെയ്യുക? അവരെ കണ്ട് അവർക്ക് അവർ ചെയ്തു തന്ന കാര്യങ്ങളെല്ലാം വിവരിച്ച് അവരോട് ഹൃദയപൂർവ്വം നന്ദി പറയുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ ഒരു റൂമിലിരുന്നിട്ട് അപ്പോൾ ആദ്യം ഒരു 3 പേരെ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലൊരു ട്വിസ്റ്റായി മാറിയ ആ ഒരു 3 പേരെ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓരോരുത്തർക്കായിട്ട് അവർ ചെയ്തു തന്ന ആ ഒരു ഉപകാരം നിങ്ങൾക്ക് എത്രയോ വേണ്ടപ്പെട്ടതായിരുന്നു, ആ ഒരു കാര്യം വിവരിച്ച് എന്ത് ചെയ്യുക? അവരോട് ഉറക്കെ എന്ത് ചെയ്യുക? അങ്ങ് നന്ദി പറയുക. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരാനും നമുക്ക് പുതിയ പുതിയ അവസരങ്ങൾ കിട്ടാനും ഒക്കെ നമുക്കിത് ഉപകരിക്കും. കാരണം നമുക്ക് നേരത്തെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമ്മളൊരുപാട് ബുദ്ധിമുട്ടായ അവസരത്തിൽ അവർ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഈ മുന്നോട്ട് പോയത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അവരോട് മാക്സിമം നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. പക്ഷേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അവരെ മറന്നുപോയി, അവരായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ല. അപ്പോൾ അങ്ങനെ അവർക്ക് നമ്മളെ ഹൃദയപൂർവ്വം നന്ദി പറയുമ്പോൾ വീണ്ടും വീണ്ടും നല്ല നല്ല അവസരങ്ങളും നല്ല നല്ല വ്യക്തിബന്ധങ്ങളും എല്ലാം നമ്മളിലേക്ക് വന്നു ചേരും. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്ത് നോക്കുക എല്ലാവരും.